കണ്ടില്ലേ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ എന്തോ കമ്പോ കാര്യങ്ങളോ ഏതാണ്ട് കൊണ്ട് ചെറിയൊരു സ്ക്രാച്ച് പോലെ ഉണ്ടാകും. അപ്പോൾ അത് പെയിൻറ്റ് കട്ടാകാതെ വീണിരിക്കുന്ന ലൈനാണ്. അപ്പം ബാക്കി ബമ്പറൊക്കെ പോറിട്ടൊക്കെ ഉണ്ട്, അത് റീപെയിൻറ്റ് ചെയ്യണം. അല്ലാതെ പെയിൻറ്റ് കട്ടാകാതെ ജസ്റ്റ് വന്നിരിക്കുന്ന സ്ക്രാച്ചാണ് ഇതും ഇതും. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് റബ്ബിംഗ് കോമ്പോ നമ്മുടെ ഇരിപ്പുണ്ട്. അപ്പം ഇത് വെച്ച് നമ്മളൊന്ന് റബ്ബ് ചെയ്ത് നോക്കുകയാണ്. റബ്ബ് ചെയ്ത് നോക്കിയിട്ട് ഈ ലൈൻസ് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ റബ്ബിംഗ് കോമ്പോ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സ്ക്രാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നിടം തൊട്ട് എൻഡ് ചെയ്യുന്നിടം വരെയാണ് ഞാനിത് തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ച് വേണം തുടച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ സ്ക്രാച്ച് വീണ്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് തുടച്ചെടുക്കാം. തുടച്ചെടുത്ത് കഴിഞ്ഞുള്ള റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാവേ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം പെയിൻറ്റ് കട്ടാകാതെ വന്നിരിക്കുന്ന സ്ക്രാച്ചുകൾക്കൊക്കെ ഈ റബ്ബിംഗ് കോമ്പോ യൂസ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ഇട്ട് കാണാം. ബൈ.